ഇതിലെല്ലാം ഇല്ലേ? ഞാനിനി ഏതെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ? അവൻ ചിന്തിച്ചു. രോഹൻ അത് ഉറപ്പിക്കാനായി വീണ്ടും മുകളിലേക്ക് പോയി. എന്നാൽ അവിടെ ബാക്കി ഒന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാ ഫയലുകളും അവൻ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ വേഗം താഴേക്ക് വന്നു. ഇതേ സമയം അഭിനവ് തന്റെ എല്ലാ പ്രധാനപ്പെട്ട രേഖകളും സൂട്ട് കേസിൽ പാക്ക് ചെയ്ത് എഴുന്നേറ്റ് നിന്നു. അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് മേശയിലിരിക്കുന്ന ബാക്കി ആളുകളും ഉടൻ തന്നെ എഴുന്നേറ്റു. അപ്പൊ ശരി, ഞാൻ പോകുന്നു. വീണ്ടും കാണാം. ഇനി നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ വർക്കിൽ എനിക്ക് പ്രോഗ്രസ് കാണണം. നിങ്ങളെല്ലാവരും നന്നായി തന്നെ പരിശ്രമിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അഭിനവ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ശരി ടൈഗർ. എല്ലാ അംഗങ്ങളുടെയും ശബ്ദം ഒന്നിച്ചു മുഴങ്ങി. എല്ലാവരും മീറ്റിംഗ് ഹാളിൽ നിന്ന് സാവധാനം പുറത്തേക്ക് വരാൻ തുടങ്ങി. അവിടെ വന്ന എല്ലാവരെയും തിരികെ കൊണ്ടുപോകാൻ ആ കെട്ടിടത്തിന്റെ കോട്ട പോലുള്ള മതിലിന് പുറത്ത് വരി വരിയായി കാറുകൾ തയ്യാറായി നിന്നിരുന്നു. അപ്പോൾ സിനിമ കാണാൻ എപ്പോഴാ വരുന്നത് ടൈഗർ? പുതിയൊരു ത്രില്ലർ മൂവി ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നീ കൂടുതലൊന്നും പറയാതെ പോയില്ലേ? ലോകേഷ് അഭിനവനോടൊപ്പം പുറത്തേക്ക് വരുമ്പോൾ ചോദിച്ചു. ആദ്യം യഥാർത്ഥ ജീവിതത്തിലെ ടെൻഷനൊന്ന് അവസാനിക്കട്ടെങ്കിൽ. അതുതന്നെ ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമ പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സിനിമയിലെ ത്രില്ലർ സീനൊക്കെ ആസ്വദിക്കാം. അഭിനവ് ഒരു മങ്ങിയ പുഞ്ചിരിയോടെ മറുപടി നൽകി. രോഹനും അഭിനവും ഒരു കാറിൽ കയറി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ രോഹന്റെ സ്വകാര്യ ജെറ്റ് അവനെ കൊണ്ടുപോകാൻ തയ്യാറായി നിന്നിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ വിമാനം അവരെയും കൊണ്ട് വായുവിലുയർന്നു. രോഹൻ വിമാനത്തിനുള്ളിലെ മിനി ബാറിലേക്ക് കയറി. നിനക്കൊരു ഡ്രിങ്ക് എടുക്കട്ടെ? രോഹൻ ജനാലയിലൂടെ മേഘങ്ങളെ നോക്കിയിരിക്കുന്ന അഭിനവിനെ നോക്കി ചോദിച്ചു. വേണ്ട, അഭിനവ് ഒരു നിമിഷം രോഹനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ വീണ്ടും തന്റെ കണ്ണുകൾ ജനാലയിലൂടെ പുറത്തേക്ക് തിരിച്ചു. രോഹൻ അവനെ നോക്കിക്കൊണ്ട് തന്റെ ഡ്രിങ്ക് എടുത്ത് സീറ്റിൽ വന്നിരുന്നു. നിനക്കെന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അഭിനവ്, ഞാൻ ഒരിക്കലും നിന്റെ ശത്രുവല്ല. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ആകെ ടെൻഷനായി. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എനിക്കും അറിയണം. എല്ലാം അറിയുമ്പോൾ തെറ്റ് എൻ്റെ അച്ഛൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ നിന്റെ ഭാഗത്ത് തന്നെ നിൽക്കും. ദയവ് ചെയ്ത് നീ എന്നെ ഒന്ന് വിശ്വസിക്കേ, രോഹൻ പറഞ്ഞു. അബി അതിന് മറുപടിയൊന്നും പറയാതെ നിശബ്ദനായി ജനാലയിലൂടെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്നാൽ അവന്റെ മുഖത്ത് നേരത്തെ കണ്ട ദേഷ്യം ഇപ്പോൾ ഇല്ല എന്ന് രോഹൻ കണ്ടു. അവൻ തന്നെ വിശ്വസിച്ച് കാണുമോ എന്ന് രോഹൻ ചിന്തിച്ചു. നിന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് ഞാൻ കേട്ടു, സത്യമാണോ? രോഹൻ വീണ്ടും ചോദിച്ചു. അവൻ അബിയോട് സംസാരിക്കാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. ഒരു നീണ്ട കഥയാണ്. എപ്പോഴെങ്കിലും ഒഴിവ് സമയത്ത് പറയാം. അച്ഛൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഈ ഡോക്യുമെന്റിനെ കുറിച്ച് നിനക്ക് വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അബി ചോദിച്ചു. അതേപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതെല്ലാം നോക്കിയാൽ നിനക്ക് തന്നെ മനസ്സിലാവും. എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ടും പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ടും ചിലതൊന്നും ഞാൻ തുറന്നുപോലും നോക്കിയിട്ടില്ല. രോഹൻ ആ ഡ്രിങ്ക് സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അഭിനവ് അതിന് തലയാട്ടി. അബിക്കപ്പോൾ ഓർമ്മ വന്നത് ലോകേഷ് രോഹിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അവന് ബിസിനസ്സിൽ യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ടാണ് കമ്പനികളെല്ലാം ഇങ്ങനെ ഡൗൺ ആയി പോകുന്നതെന്ന് അബിക്ക് മനസ്സിലായി. എല്ലാ കമ്പനികളുമായും നീ തന്നെയാണോ ഡീൽ ചെയ്യുന്നത്? അഭിനവ് അവനെ നോക്കി ചോദിച്ചു. ഞാനിങ്ങനെ നേരിട്ട് ഡീലൊന്നുമില്ല. എല്ലാത്തിനും ആളുകളുണ്ട്. ഇവിടെയുള്ള കമ്പനികളെപ്പറ്റി ചിലപ്പോൾ റാണിയിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാറുണ്ട്. എന്നാലും ഓയിൽ റിഫൈനറി പൂർണ്ണമായും ഞാൻ തന്നെയാണ് നോക്കുന്നത്, രോഹൻ പറഞ്ഞു. അഭിനവ് മൂളിക്കൊണ്ട് കുറച്ച് നിമിഷങ്ങൾ അവൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചു. ശരി, ഇനിയും അത് നീ തന്നെ നോക്കിയാൽ മതി. ഓരോ 3 മാസത്തിലും എനിക്ക് ഡീറ്റെയിൽ ആയി റിപ്പോർട്ട് ചെയ്യണം, അബി പറഞ്ഞു. തീർച്ചയായും, ആൻഡ് താങ്ക്സ്, രോഹൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അവർ വീണ്ടും എറണാകുളത്ത് ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ നിന്നിറങ്ങി അവർ കാറിൽ കയറി. കാറിൽ കയറിയ ഉടനെ രോഹൻ തന്നെ ഫോണിൽ നിന്ന് റാണിയുടെ നമ്പർ ഡയൽ ചെയ്തു. വെറും 1 സെക്കൻഡിൽ റാണി അവന്റെ കോൾ എടുത്തു. ഗുഡ് ഈവനിങ് രോഹൻ സാർ, പറയൂ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? താഴ്മയോടെ അവൾ ചോദിച്ചു. ഞാൻ നിനക്ക് ഇപ്പത്തിന് ഒരു നമ്പർ സെൻഡ് ചെയ്ത് തരും. നമ്മുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഇനി അദ്ദേഹത്തോട് വേണം സംസാരിക്കാൻ. എല്ലാം ഇനി അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരിക്കും, രോഹൻ പറഞ്ഞു. ഓക്കെ സാർ, ബട്ട് സാർ, എനിക്ക് ആരുടെ നമ്പറാണ് അയച്ചു തരുന്നതെന്ന് ഒന്ന് പറയാമോ? ഞാൻ എന്താണ് അദ്ദേഹത്തെ വിളിക്കേണ്ടതെന്ന് അറിയാനാണ്, റാണി ആകാംക്ഷയോടെ ചോദിച്ചു. അത് നീ സ്വയം അറിയും. എത്രയും വേഗം അദ്ദേഹത്തോട് കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം അറിയിക്കുക. ഓക്കെ സാർ, നമ്പർ അയച്ചോളൂ. ഞാൻ ഇപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി സംസാരിക്കാം, റാണി പറഞ്ഞു. അത് കേട്ടതും രോഹൻ ഫോൺ കട്ട് ചെയ്തു.
റാണിയല്ലേ വിളിച്ചത്? നീ എൻ്റെ പേര് അവളോട് പറയാതിരുന്നത് നന്നായി. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് അവൾ മരിച്ചാന്. ടൈഗർ തിരികെ വന്നത് പലർക്കും ദഹിക്കില്ല. അഭി പറഞ്ഞു. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ നീ വന്നതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, രോഹൻ പറഞ്ഞു. അഭിനവും അത് കേട്ട് പുഞ്ചിരിയോട് തലയാട്ടി. കമ്പനിയിൽ ഒരു ചാരനുണ്ടെന്ന് നിനക്കറിയാലോ. അതിനാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആരും എൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയാൻ പാടില്ല, അഭി രോഹനോട് പറഞ്ഞു. പേടിക്കണ്ട, ഈ രോഹൻ ഉള്ളിടത്തോളം കാലം ടൈഗർ സേഫ് ആയിരിക്കും. ഇത് ഞാൻ നൽകുന്ന വാഗ്ദാനമാണ്, രോഹൻ പറഞ്ഞു. അത് കേട്ട് അഭി ഒന്ന് പുഞ്ചിരിച്ചു. ശരി, നിന്റെ നമ്പർ താ, ഞാനത് സേവ് ചെയ്തു വയ്ക്കട്ടെ. ഒപ്പം റാണിക്കും അയച്ചു കൊടുക്കണം, രോഹൻ പറഞ്ഞു. അത് കേട്ടതും അഭി ഫോൺ എടുത്ത് രോഹന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. രോഹൻ ആ നമ്പർ ഫോണിൽ സേവ് ചെയ്തു വെച്ചു. എന്നിട്ട് റാണിക്കും അയച്ചു കൊടുത്തു. വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ അഭിനവിന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് കോള് വന്നു. ഹലോ, ഞാൻ പ്രോട്ടോൺ പബ്ലിഷേഴ്സിന്റെ സെക്രട്ടറി റാണിയാണ് വിളിക്കുന്നത്, അവൾ സ്വയം പരിചയപ്പെടുത്തി. ഹലോ മിസ് റാണി, ദിസ് ഈസ് മീ ടൈഗർ. അത് കേട്ടതും റാണിക്ക് തന്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ടൈഗർ, ഞാനീ കേൾക്കുന്നത് സത്യമാണോ? റാണി, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ കമ്പനിയുടെ നയങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണം. അതെന്താണെന്ന് ഞാൻ പറയാം. എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. രണ്ടാമതായി, കേദാർ ഗ്രൂപ്പുമായി നിങ്ങൾ ഒരു കരാർ ഒപ്പിട്ടതായി രോഹൻ പറഞ്ഞു. എന്താ, ഞാൻ കേട്ടത് ശരിയാണോ? അഭി ചോദിച്ചു. റാണിക്ക് തന്റെ ഡബിൾ ഐഡന്റിറ്റിയെക്കുറിച്ച് സംശയം തോന്നാതിരിക്കാൻ അഭിനവ് ബോധപൂർവം തന്റെ ശബ്ദം അല്പം മാറ്റിയിട്ടാണ് സംസാരിച്ചത്. ഉവ്വ് സാർ, ഞങ്ങളിപ്പോൾ ആ ഡീല് ഫൈനലൈസ് ചെയ്തതേ ഉള്ളൂ, റാണി അഭിമാനത്തോടെ പറഞ്ഞു. വെരി ഗുഡ്. ഇനി ഒരു കാര്യം ചെയ്യും. ആദ്യ കേദാർ ഗ്രൂപ്പിന്റെ ഹെഡ് സൗരവിനെ വിളിച്ച് നമുക്കവരുമായി യാതൊരു പാർട്ട്ണർഷിപ്പിനും താല്പര്യമില്ലെന്ന് അറിയിക്കണം. ഫൈനലൈസ് ചെയ്ത ആ ഡീൽ ക്യാൻസൽ ചെയ്യുകയും വേണം, അഭിനവ് ഉത്തരവിട്ടു. അത് കേട്ടതും റാണി ഷോക്ക് ഏറ്റതുപോലെയായി. വാട്ട് സാർ, പെട്ടെന്ന് ഈ ഡീൽ ക്യാൻസൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ? റാണിക്കൊന്നും മനസ്സിലായില്ല. ഡു വാട്ട് ഐ സേ, എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെ ചോദിച്ച് സമയം കളയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്കിനിയും ധാരാളം ജോലികൾ ചെയ്യാനുണ്ട്, സോ ബി ക്വിക്ക്, അഭിനവ് റാണിയെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു. ഡീല് റദ്ദാക്കാനുള്ള കാരണം എന്താണെന്ന് റാണിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടൈഗറിനോട് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവൾക്ക് ഭയം തോന്നി. ശരി സാർ, സാറ് പറഞ്ഞതുപോലെ ചെയ്യാം, റാണി പതുക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യുന്ന ശബ്ദം അവൾ കേട്ടു. വാട്ട് ഹാപ്പൻ അബി? കേദാർ ഗ്രൂപ്പായിട്ടുള്ള ഡീൽ എന്തിനാണ് ക്യാൻസൽ ചെയ്യുന്നത്? അഭിനവിന്റെ അടുത്തിരിക്കുന്ന രോഹൻ ആശയക്കുഴപ്പത്തോട് ചോദിച്ചു.